ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ അറിയാം ഏറെ വിവാദമായതാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവും അതിൻ്റെ തുടർ വിവാദങ്ങളും. ഈ സംഭവത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ പോലീസിൻ്റെ കേസ് എടുത്ത നടപടിയാണ്. വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ ലളിതാംബികയാണ് ഏറെ വിവാദപരമായ വിചിത്രമായ ചില മറുപടികളൊക്കെ പറഞ്ഞ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രതികളല്ല എന്ന സാഹചര്യമുണ്ട്. സംഭവത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് ഇന്ന് കൈമാറും. ചികിത്സാ പിഴവിന് ഇരയായ ഉഷ ജോസഫിൻ്റെ ശസ്ത്രക്രിയ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുക. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, ഇന്ന് മെഡിക്കൽ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ ആരാണ് കുറ്റക്കാരെന്ന ഒരു വ്യക്തത ആ റിപ്പോർട്ടിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ തുടർ നടപടി നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ലളിതാംബികയ്ക്കെതിരെ മാത്രം എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്നതാണ്. സംസ്ഥാനത്ത് ചികിത്സാ പിഴവ് ഒരു വലിയ രാഷ്ട്രീയ വിവാദമാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ നീക്കങ്ങളും സംഭവങ്ങളും നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഇതുണ്ടാവുന്നത്. ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് വരുമെന്ന് കരുതുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി ആർക്കൊക്കെയാണ് ഇതിൽ വീഴ്ച എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയല്ലേ ഉണ്ടാവാൻ സാധ്യത? സജിത്ത്, ഇന്ന് ഇപ്പോൾ യുവതിയുടെ അതായത് ഉഷയുടെ ശസ്ത്രക്രിയ കൊച്ചിയിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു, ഗർഭാശയം നീക്കം ചെയ്ത ശസ്ത്രക്രിയയിലാണോ ഇത് സംഭവിച്ചെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് പ്രധാനമായി നൽകാനുള്ളത് അന്നത്തെ ഒരു ടീമിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ആരൊക്കെ ഇതിനകത്ത് ഉത്തരവാദികളായി വരുന്നുണ്ട് എന്നുള്ള പരിശോധനകളുമാണ് ആലപ്പുഴയിൽ ആരോഗ്യ മേഖല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതായി ഉള്ളതെന്ന് പറയുന്നത് ഇന്നലെ തന്നെ റിപ്പോർട്ട് കൈമാറണമെന്ന് DME നിർദ്ദേശം നൽകിയിരുന്നു.